ഷാലൂസ് മ്യൂസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോ ഒരു അഗ്ലോണിമ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അഗ്ലോണിമ കോംബോ ഉണ്ട് കേട്ടോ. അതുകൂടാതെ വേറെ അഗ്ലോണിമ വെറൈറ്റികൾ നമ്മൾ കാണിക്കുന്നുണ്ട്. 6 നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളുടെ കോംബോയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അഡീനിയം പ്ലാന്റ്സ് സ്റ്റോക്കിൽ അധികം വരാത്ത എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമുക്കിപ്പോൾ അധികം സ്റ്റോക്കിലില്ല. ഈ ഒരു വെറൈറ്റി മാത്രമാണ് നമുക്ക് അഡീനിയം സ്റ്റോക്കിലുള്ളത്. ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകളാണ് അതിലുള്ളത്. അത് കാറ്റലോഗിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് 280 റുപ്പീസാണ് കേട്ടോ. 280 പ്ലസ് കൊറിയറാണ് വരുന്നത്. ഇത് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ 280 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഇതിൻ്റെ പിക്ചർ, ഇതിൻ്റെ പൂവിൻ്റെ കളറ് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓഫർ റേറ്റ് ആണ്. അപ്പോൾ അഡീനിയത്തിൻ്റെ അത് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അഗ്ലോണിമയുടെ കോംബോ അല്ലേ, അഗ്ലോണിമ കോംബോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്, അഗ്ലോണിമ വിദൂരി. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിദൂരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു എൻഡ് ഭാഗം ഒന്ന് കർവ് ചെയ്തിട്ട് അങ്ങനെ വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ അടിഭാഗം വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ നല്ലത്. ഇത്രയുള്ള സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഞാൻ ഈ സൈസ് കറക്റ്റായിട്ട് കാണിച്ചു തന്നത് നമുക്ക് മാർക്കറ്റിൽ ചെറിയ പ്ലാന്റുകൾ, കുഞ്ഞ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളൊക്കെ ഇത്രേച്ചുള്ളതൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കാണിക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്ലാന്റുകളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്, നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതാ എനിക്കൊരു സന്തോഷം വരുന്നത്. കുഞ്ഞു പ്ലാന്റുകളാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ചീത്തയാകാം, വേരുകളൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു പേടിയും പേടിക്കേണ്ടല്ലോ. ഇത്രയും വലിയ പ്ലാന്റുകളാകുമ്പോൾ അതനുസരിച്ചുള്ള വേരുകളൊക്കെ ഉണ്ടാവും. താഴേക്കൊക്കെ വേരുകളൊക്കെ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ. ഈ ഒരു സൈസിലായിരിക്കും. പിന്നെ പ്ലാന്റുകളായതുകൊണ്ട് ഇലകളുടെ എണ്ണത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുക. ചിലവർ ചോദിക്കാറുണ്ട് എത്ര എണ്ണം ഇലകൾ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഒരു ബാച്ചിൽ വരുന്നത് ഏകദേശം ഒരു സൈസായിരിക്കും. പക്ഷെ പ്ലാന്റുകളാണല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇലകൾക്കൊക്കെ ചെറിയൊരു 1-2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതായത് ഇതിലും വലുതും ഉണ്ടാവും, ചെറുതുണ്ടാവാൻ വഴിയില്ല കേട്ടോ. ഈ ഒരു സൈസ് തന്നെയാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, സെൻസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള നല്ല ഭംഗിയായിട്ട് ഇതാണ് ഇതിൻ്റെ കളർ. ഇനിയും കളറൊക്കെ വന്നോളൂ കേട്ടോ, നന്നായിട്ട് കളർ വന്നോളും. നല്ല വെളിച്ചമുള്ള സ്ഥലത്തിലാണെങ്കിൽ, ഡയറക്റ്റ് വെയിൽ വേണ്ടാന്ന് എല്ലാവർക്കും അറിയാം അഗ്ലോണിമയ്ക്ക്. അപ്പോൾ വെളിച്ചമുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയിലാക്കി വന്നോളും. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എപ്പോഴും ഉള്ള ഹിറ്റ് ജയ്പോങ് റെഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒത്തിരി ആവശ്യമുള്ള പ്ലാന്റാണ് ജയ്പോങ് റെഡ്. നമുക്ക് വരുമ്പോൾ തന്നെ സ്റ്റോക്ക് തീരാറുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെ. ഇതിപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ എല്ലാത്തിലും ഏറ്റവും ചെറുതാണ് ഈ പ്ലാന്റ് കേട്ടോ. എന്നാലും സൈസ് ഇതായിരിക്കും, ഏകദേശം ഒരു സൈസ് കേട്ടോ. ഇതിൻ്റെ എപ്പോഴും പറയാറുണ്ട് ഞാൻ, അടിയിലത്തെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ അടിയിലത്തെ ഇലകൾക്ക് ഒരു പച്ചപ്പ് കൂടുതലായിരിക്കും. മുകളിലുള്ള ഇലകളൊക്കെ വരുമ്പോഴായിരിക്കും റെഡ് കൂടുതലായിട്ട് വരിക. ഇപ്പം ഈ ഇലയ്ക്കും ഒരു ചെറിയ ബോർഡറായിട്ട് പച്ചപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇലകളൊക്കെ വരുമ്പോഴത്തേക്ക് ആ പച്ചപ്പ് ആകെ മാറിയിട്ട് നല്ല റെഡ് കളറായിട്ട് വന്നോളൂ കേട്ടോ. നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നോളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഇപ്പം ഈ പ്ലാന്റുകളുടെ കൂട്ടത്തിൽ ഈ ഒരു റെഡ് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റാർ ഡസ്റ്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇതിപ്പോൾ ഞാനൊരു മീഡിയം കളറുള്ള പ്ലാന്റ് എടുത്തു വെച്ചേക്കുന്നത്. ഈ ഒരു ഇലയുടെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിലും കൂടുതൽ കളറുള്ളതാണ് കേട്ടോ കൂടുതൽ ഇരിക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ജയ്പോങ് റെഡിൽ പറഞ്ഞ മാതിരി താഴത്തേക്ക് ഇലകൾക്ക് വരുമ്പോഴത്തേക്കും ആ കറക്റ്റ് കളർ ഉണ്ടാവില്ല. പക്ഷെ അടുത്തടുത്ത മുകളിലേക്കുള്ള ഇലകൾ വരുമ്പോഴായിരിക്കും കറക്റ്റ് കളറിലേക്ക് വരിക. ഇതും കറക്റ്റ് കളർ വന്നിട്ടില്ല. ഇനിയും നെക്സ്റ്റ് ഇലയൊക്കെ വരുമ്പോഴായിരിക്കും നല്ല ഭംഗിയായിട്ടൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാർ ഡസ്റ്റ് ഈ ഒരു സൈസായിരിക്കും കേട്ടോ. അഞ്ചാമത്തെ പ്ലാന്റ് എന്ന് പറയും പേൾ ഓഫ് മെലോയാണ്. ഇതിപ്പോൾ നമുക്ക് ഈ വർഷമാണ് ഇത് അധികം അവൈലബിൾ ആയിട്ട് കാണുന്നത്. അധികം കോമൺ അല്ലാത്ത പ്ലാന്റ് തന്നെയാണ്. ഇതിൽ മിക്കതും തന്നെ ബേബി പ്ലാന്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിലിപ്പോൾ 2 ബേബി പ്ലാന്റ് ഉണ്ട് കേട്ടോ. മിക്ക ബോട്ടിലും ബേബി പ്ലാന്റ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും വിടുക. ഇപ്പോൾ അഗ്ലോണിമ മേടിക്കുന്നവർ പറയാറുണ്ട് ഇതിലൊക്കെ ഒത്തിരി ഇങ്ങനെ ബേബി പ്ലാന്റ് കാണുമ്പോൾ നല്ല സന്തോഷമാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണല്ലോ എല്ലാവർക്കും. ഇങ്ങനെ ഉള്ള സൈസിലായിരിക്കും കേട്ടോ. ഇതിൽ വലിയ സൈസൊക്കെയാണ്. ഇപ്പോൾ ഒരു മീഡിയം സൈസാണ് ഇത്. ഇങ്ങനെ. ആറാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് 10 ക്യാരറ്റ് ആണ്. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണം. 10 ക്യാരറ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരിക. ഇതിലൊരു ചെറിയ ബേബി പ്ലാന്റ് കാണുന്നുണ്ട്. ഇങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ചിലതിലൊക്കെ അങ്ങനെ ഉള്ള ബേബി പ്ലാന്റ്, വലിയ ബേബി പ്ലാന്റ് അല്ല, ചെറുത് കുഞ്ഞ് ബേബി അങ്ങനെയുള്ളത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സൈസായിരിക്കും കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സൈസ് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ കൈവച്ച് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൈസ് വലുതായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഇതിപ്പോൾ വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ സൈസ് ഡിഫറൻസ് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈവച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ, നമ്മളുടെ കൈപ്പത്തിയുടെ ഒക്കെ ഇത്രയും ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് കൈവച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കോംബോയിൽ ഈ 6 പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അഗ്ലോണിമ ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഒട്ടുമിക്ക കസ്റ്റമേഴ്സും. അപ്പോൾ ഇതിപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. 1700 6 പ്ലാന്റിനും കൂടെ 1700 പ്ലസ് കൊറിയറാണ്. 1700 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് കലാത്തിയയുടെ കോംബോയാണ്. അഗ്ലോണിമ കലാത്തിയ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇതുണ്ടല്ലോ, ഒരു കാറ്റഗറി തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അടുത്ത കോംബോ നമ്മുടെ കലാത്തിയയാണ്. മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് ഒക്കെ പിടിച്ചു വരുന്ന പ്ലാന്റുകൾ തന്നെയാണല്ലോ കലാത്തിയ. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കലാത്തിയ റോസി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. സാധാരണയായിട്ട് റോസിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നതാണ് റോസി. പക്ഷെ ഇപ്പം ഈ ഇലയിൽ അധികം പിങ്ക് വന്നിട്ടില്ല. പക്ഷെ ഇത് റോസി തന്നെയാണ് കേട്ടോ. അതിൻ്റെ താഴത്തെ ഇല കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും റോസി. കണ്ട ഈ ഒരു പിങ്കും കൂടെ ചേർന്നിട്ട് റോസും കൂടെ ചേർന്നിട്ട് വരുന്നതാണ് റോസി. ഇതിപ്പോൾ ഇങ്ങനെ വരുന്നത് സാധാരണ പറയുന്നത് കൊറോണ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ റോസി തന്നെയാണ്. ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ അറിയാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇതിലേക്ക് വന്നോളൂ കേട്ടോ. ഇങ്ങനെയാണ് ഷൂട്ടുകളൊക്കെ വരിക. മിക്ക പോട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. 3-4 ഷൂട്ടുകളൊക്കെ ഇതിലിപ്പോൾ 1 2 3 4 5 ഷൂട്ടുകൾ ഇതിൽ കാണുന്നുണ്ട്. എല്ലാത്തിലും അത്രയും ഉണ്ടായിരിക്കില്ല. ഒരു 3-4 ഷൂട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് ആണ്. അതും നല്ല തിക്ക് പോട്ട് തന്നെയാണ്. ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വരുന്ന കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, വരുമ്പോൾ തന്നെ അടർത്തിയൊക്കെ നടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. മഴയത്ത് ഇരുന്നെന്ന് വെച്ച് കലാത്തിയേക്ക് അങ്ങനെ കേടൊന്നും വരില്ല. നട്ടിട്ട് ഓട്ടം തന്നെ മഴയത്തേക്ക് വെക്കണ്ട. പിടിച്ച് വന്നിട്ട് ഒന്ന് ഓക്കെ ആയതിനു ശേഷം മഴയത്തേക്ക് ഇറക്കി വെച്ചോളൂ. ചാറ്റൽ മഴയൊക്കെ നല്ല ഇഷ്ടമാണ് ഈ കലാത്തിയേക്ക്. മഴക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ കലാത്തിയൊക്കെ വളരുന്നത്. ഇങ്ങനെ ചെറിയ പോട്ടിലേക്കൊക്കെ മണ്ണിലേക്കൊക്കെ ടച്ച് ചെയ്യാൻ പാകത്തിനൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കിഴങ്ങുകളും ഇതൊക്കെ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ ഞങ്ങളുടെ മണ്ണെന്ന് പറയുന്നത് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അടിയിലേക്ക് വേഗം വേര് വന്ന് മണ്ണിലേക്ക് പിടിക്കും. പിന്നെ അത് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഡാമേജ് വരുന്നതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നതൊക്കെ അടിയിലേക്ക് കിഴങ്ങ് പോലെയൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേട്ടാ. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ക്രിംസൺ ആണ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ക്രിംസൺ ഈ പ്ലാന്റുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഷൂട്ടുകൾ കുറഞ്ഞിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഷൂട്ട്. എന്നാലും ഷൂട്ടുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലിപ്പോൾ 3 ഷൂട്ട് കാണുന്നുണ്ട്. 3ഉം ഒരു ബേബി ഷൂട്ടും കൂടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഒരു 2-3 പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. അത്രയ്ക്ക് തിക്കായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് തന്നെയുള്ള പ്ലാന്റുകളാണ്. ഇങ്ങനെ 3 പ്ലാന്റ് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുഞ്ഞു ഷൂട്ടുകളൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ ഷൂട്ട് തിരിച്ചു കൊടുക്കുന്നവരല്ലല്ലോ. നമ്മളിങ്ങനെ തന്നെ ഫുൾ പോട്ട് തന്നെ കൊടുക്കുന്നു. അതാണ് എനിക്ക് തൃപ്തിയായിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. 3 പ്ലാന്റിനും കൂടെ 900 പ്ലസ് കൊറിയറാണ്. 900 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന്റുകൾ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് റബ്ബർ പ്ലാന്റുകൾ. അപ്പോൾ അതിൻ്റെ കോംബോയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഇൻഡോറിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് എങ്കിൽ പോലും നമ്മൾ അഗ്ലോണിമ കലാത്തിയൊന്നും ഇൻഡോറിലേക്ക് അത്രയ്ക്ക് നമ്മൾ വെക്കാറില്ല. അപ്പോൾ ഇത് റബ്ബർ പ്ലാന്റ് നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും പറ്റിയ പ്ലാന്റാണ്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് റബ്ബർ പ്ലാന്റിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റി. ഒരു എന്താ പറയുക, ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റും. ഒരു ഓറഞ്ച് കലർന്നിട്ടുള്ള ഒരു ഇല, അതും പച്ചയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇങ്ങനെ നിറയെ വേരുകളൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത്. ഇങ്ങനെ ഉണ്ടോ, നിറച്ച് വേരുകളൊക്കെ മുകളിലേക്ക്. ഇത് റബ്ബർ പ്ലാന്റ് അങ്ങനെയാണല്ലോ, അങ്ങനെ നിറച്ച് വേരുകളൊക്കെ ഏരിയൽ റൂട്ടുകളൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് ഇതൊക്കെ കണ്ടോ, നിറയെ വേരുകളായിട്ടൊക്കെയുള്ള നമ്മൾ നന്നായിട്ട് വേരുകളുള്ള പ്ലാന്റുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല മഴയാണ്. മഴയുടെ സ്വരം കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതൊരു ക്രീമും പച്ചയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ അപ്പോൾ റബ്ബർ പ്ലാന്റുകളൊക്കെ കുറച്ചിങ്ങനെ പൊക്കം വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിക്കോളും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒത്തിരി ഇങ്ങനെ പൊക്കം വെച്ച് അപ്പൂപ്പനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞ് അങ്ങനെ ഭംഗിയില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ക്രീമും കൂടെ ചേർന്നിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കളറുകൾ വ്യത്യാസമുണ്ട്. ഇങ്ങനെ
ഇനി അതിൽ തന്നെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബർഗണ്ടി കളർ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്, അതിന്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇത് ടേബിളിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് കൊക്കോപീറ്റിലാണ് വരുന്നത്, ചിലത് മണ്ണിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഒരു ജിഫി ഉണ്ടാവും, ഇത് കണ്ടോ, ജിഫിയും കൂടെ ചേർന്നിട്ട് അതിന്റെ ഉള്ളിൽ ജിഫിയിലാണ് പ്രൊപ്പഗേഷൻ, അതിന് ശേഷം നമ്മളുടെ ഇതിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റി നടാനായിട്ടും സുഖമാണ്. ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് വേരുകളൊക്കെ പിടിച്ച് ഇത് കണ്ടോ, നന്നായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ മിനിയേച്ചർ വെറൈറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഇത് വലിപ്പം വെക്കണ പോലെ അത്രയും പെട്ടെന്ന് വെക്കില്ല. ഇത് നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന, ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ വെക്കാൻ പറ്റും. ക്രിസ്റ്റലിൻ്റെ ഒക്കെ പോട്ടുകളിലേക്കൊക്കെ ഇറക്കി വെച്ച് നല്ല ഭംഗിയാക്കി നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഈ 3 പ്ലാന്റിനും കൂടെ അതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 3 പ്ലാന്റും കൂടെ 700 പ്ലസ് കൊറിയറാണ്, 700 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇത് രണ്ടും ഫാസ്റ്റ് ആയിട്ടുള്ള വളർച്ച ഉണ്ടാവും, ഇതിന് അത്രയ്ക്ക് വളർച്ച ഉണ്ടാവില്ല, കാരണം ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ കോംബോയും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റുകൾ നമുക്ക് കാണാം. നമ്മൾ ഇൻഡോറിലേക്കൊക്കെ കുറച്ചല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി. അതിൽ ഫിലാഡൻഡ്രോൺ സനഡു ഗോൾഡ് ആണ് ആദ്യത്തെ പ്ലാന്റ്. ഇത് മണ്ണിലാണ് കേട്ടോ വന്നേക്കുന്നത്, വലിയ പോട്ടാണ്, മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിലൊരു ജിഫി ഉണ്ട്, ജിഫിന്നാണ് കൂടുതൽ ഷൂട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടി വലുതായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മണ്ണ് മാറ്റിയിട്ട് തന്നെയായിരിക്കും വിടുക. അല്ലെങ്കിൽ മണ്ണ് മാറ്റിയിട്ട് വിട്ടില്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. ഇപ്പോൾ മണ്ണ് മാറ്റിയിട്ട് നമ്മൾ വിടുമ്പോൾ ജിഫി ഉള്ളതുകൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിക്കൊക്കെ അയച്ചതാണ്, ഒരു ക്ഷീണവും ഇല്ല കേട്ടോ. അത്രയും ദിവസം എടുത്തിട്ടാണെങ്കിലും ഒരു പ്രശ്നവും ചെടികൾക്ക് വന്നിട്ടില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ അതിൽ തന്നെ ഉള്ള പ്ലാന്റുകൾ കോംബോ അല്ല കേട്ടോ. ഞാൻ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോംബോ അല്ല, നമ്മൾ എല്ലാ പ്ലാന്റുകളും കാണിച്ചു പോവാം. സനഡു ഗ്രീൻ എന്ന് പറഞ്ഞത് ഇത് കണ്ടോ, ഇതിൻ്റെ റൂട്ടുകളൊക്കെ ഏരിയൽ റൂട്ടുകളൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ തന്നെ. ഇത് മണ്ണിൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ സെല്ലം ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റാണ്. നമ്മൾ സെല്ലം കൊണ്ടുവരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തീരാറുണ്ട്. ഇതെങ്ങനെയാണ് വന്നേക്കുന്നത് സെല്ലം, നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഇലയുടെ പാച്ചയാണ് നോക്കിക്കോളൂ, ഇങ്ങനെ ഇങ്ങനെയാണ്. ഇത് നേരത്തെ പറഞ്ഞ മാതിരി മണ്ണിൻ്റെ തന്നെയാണ്, മണ്ണ് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക കേട്ടോ. ജിഫി ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും ക്ഷീണം വരില്ല. നമുക്ക് ഇത് ഇൻഡോർ പ്ലാന്റ്സുകൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും. ജിഫിയിൽ പിടിപ്പിച്ചിട്ട് മണ്ണിലേക്ക് അത് വേര് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് വേരുണ്ടാവുകയും ചെയ്യാം. ജിഫിയിലുള്ളത് കൊണ്ട് അതിൻ്റെ കടഭാഗം ഒട്ടും തന്നെ ഷേക്ക് ആവില്ല. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് തന്നെ കറക്റ്റ്. അപ്പോൾ നമ്മൾ ജിഫിയൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വിട്ടാൽ മതി. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബിഗ് റോയ്. ഇത് എല്ലാവർക്കും മിക്കവർക്കും തന്നെ ഉള്ളതാണ്, പക്ഷെ എന്നാലും ഇത്രയും വലിയ പ്ലാന്റുകൾ ഒത്തിരി പേർക്ക് ഇഷ്ടമാണെന്ന് കണ്ടു. അപ്പോൾ ഒന്ന് സൈസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. റേറ്റ് കുറഞ്ഞ പ്ലാന്റുകൾ തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അത് മെസ്സേജ് ചെയ്തോളൂ. ഇത് കാണിക്കുന്നത് മിക്സഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തത്. ഇതിൻ്റെ കറക്റ്റ് പേര് അറിയില്ല. ഇത് മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്, ഒരു ബോക്സറും ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. അതുകൊണ്ട് കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. മിക്കതിലും തന്നെ ബേബി പ്ലാന്റ് ഉണ്ട്, മിക്കതിലും തന്നെ എല്ലാത്തിലും തന്നെ ബേബി പ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ. പിന്നെ റെഡ് പനാമ ഫുൾ പോട്ട് വരുന്നത് 4ഉം 5ഉം ഷൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ റെഡ് പനാമ. പിന്നെ വരുന്നത് വൈറ്റ് ലക്കാച്ചി ഫുൾ പോട്ട് 1, 2, 3, 4, 5, 6 ഷൂട്ടുകൾ, 6ഉം ഒരു ചെറിയ പ്ലാന്റും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുക്കാനുള്ളവർക്ക് നല്ലതാണ്. പിന്നെ വരുന്നത് സൂപ്പർ വൈറ്റ് 3 ഷൂട്ടിൻ്റെ പ്ലാന്റ്. പിന്നെ വരുന്നത് മിൽക്കി ബാംബു, ഡ്രസീന മിൽക്കി, ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നത്. പിന്നെ കലാത്തിയ വെറൈറ്റി, കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ, ഇങ്ങനെ നിറച്ച് ഷൂട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല പ്ലാന്റ് ആണ്, എനിക്കിഷ്ടമായി ഇത്. പിന്നെ ഇതിൻ്റെ പേരെന്താ, പേര് മറന്നു, ഒരു സ്റ്റാർ തന്നെയാണ്. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ പേര് മറന്നു കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. അധികം കോമൺ അല്ലാത്ത പ്ലാന്റ് ആണ് അത്. നമ്മൾ ഇതേപോലെ ഒരു നാടൻ വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതല്ല ഇത് വേറെ വെറൈറ്റിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ മക്കിയോന ഫുൾ പോട്ട്, കലാത്തികൾ കാണിച്ചത്. ഇപ്പം ഇനി ഫിലാഡൻഡ്രോണിൻ്റെ വെറൈറ്റികൾ കാണിക്കാം. ഫിലാഡൻഡ്രോൺ ഇത് മെലോണി ഗോൾഡ്, ഗോൾഡ് അല്ല കേട്ടോ, ഓറഞ്ച്. മിക്കവാറും നമ്മൾ മെലോണി ഗോൾഡ് ഉണ്ടാവാറുണ്ട്, മെലോണി ഓറഞ്ച്. പിന്നെ മൂൺഷൈൻ, കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂൺഷൈൻ്റെ പല കളറുകൾ വ്യത്യാസം വരും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒന്നുകൂടിയും കൂടി മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കളറിലേക്ക് വരും. തളിരില വരുമ്പോഴാണ് കേട്ടോ ഈ കളർ വരുന്നത്. ഇങ്ങനെ
ഇത് ചോക്ലേറ്റ് ഇംപ്രസ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉണ്ടായിരുന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ചോക്ലേറ്റ് ഇംപ്രസ് നല്ല പ്ലാന്റ് ആണ് ഇതിന്റെ ചോക്ലേറ്റ് എന്ന് പറയാൻ കാരണം ഈ ഇല വിരിഞ്ഞു വരുമ്പോഴത്തേക്കും ചോക്ലേറ്റ് കളർ ആയിരിക്കും കേട്ടോ ഇല വിരിഞ്ഞു വരുമ്പോൾ അത് വിരിഞ്ഞിട്ടില്ല പിന്നെ ഫിലാഡോണ്ടോൺ ഗോൾഡി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് പിന്നെ വരുന്നത് നമ്മുടെ ഇത് കലാഡിയം വെറൈറ്റി ഇതാ ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നത് പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഡിഫൻറ്റ് ബാക്കിയ വെറൈറ്റിയാണ് ഡിഫൻറ്റ് ബാക്കിയയിൽ ചീറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ എന്താ ആർമി ഡിഫൻറ്റ് ബാക്കിയ എന്ന് പറയുന്നത് 3 കളറാണ് കേട്ടോ ചിലപ്പോൾ വീഡിയോയിൽ 2 കളറാണ് കാണുന്നുണ്ടാവുള്ളൂ ഒരു യെല്ലോയും വൈറ്റും കണ്ട ഇതിൽ കറക്റ്റ് അറിയാൻ പറ്റും യെല്ലോ വൈറ്റ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല ഒരു പിസ്ത യെല്ലോ ആ ഒരു കളറ് വൈറ്റ് ഒരു ഗ്രീൻ അങ്ങനെ 3 കളറാണ് കേട്ടോ അതിൽ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഇതിൻ്റെ പൂവിൻ്റെ പടം ഞാൻ കൊടുത്തേക്കാം കേട്ടോ സ്ക്രീനിൽ കൊടുത്തേക്കാം മുകളിൽ കൊടുത്തേക്കാം ശ്രദ്ധിച്ചോളൂ ഇത് നമ്മളുടെ സാൻഡ് പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ വൈൻ എന്ന് പറയുന്നത് വയലറ്റ് കളറാണ് ഇത് ഒത്തിരി പേർക്ക് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ മാത്രം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നോക്കിക്കോളൂ വേഗത്തിൽ മെസ്സേജ് അയച്ചോളൂ കുറച്ച് മാത്രമാണ് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മൾ കവറിലാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ മിക്കവർക്കും ഇപ്പോൾ അയച്ചേക്കുന്നവർക്കൊക്കെ സേഫ് ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ അയക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് അയച്ചേക്കുന്നത് ഇത് അധികം വെയിറ്റ് ഇല്ലാത്തൊരു പോട്ടി മിക്സ് ആണ് അപ്പോൾ കുറച്ച് പോട്ടി മിക്സ് കളഞ്ഞിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും വിടുക അപ്പോൾ ഒരു ക്ഷീണവും ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കോളൂ കേട്ടോ വലിയ പ്ലാന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ മണ്ണ് കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റുകൾ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കോളൂ കേട്ടോ പിന്നെ അത് കുറച്ചിങ്ങനെ താങ്ങ് കൊടുത്ത് വളർത്തേണ്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇപ്പോൾ ഇത്രയും പ്ലാന്റുകൾ കാണിച്ചു തന്നാൽ കുറച്ച് വീഡിയോ ലെങ്തി ആയിട്ടുണ്ട് കുറേ പ്ലാന്റുകൾ കാണിക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ ഒത്തിരി പ്ലാന്റുകളായിട്ടില്ല താങ്ക് യു